കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം, മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവരുളിയ വചനത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 67-ാം തിരുവചനമാണ് നാം ധ്യാനിക്കുക. അവന്റെ പിതാവായ സക്രിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിച്ചു. ഈ വചനം നമ്മെ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നു. ദൈവവചനം സംശയിച്ചതിനാൽ സക്രിയായ്ക്ക് കുറച്ചുകാലം സംസാരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറി. യോഹന്നാൻ ജനിച്ചു. കുഞ്ഞിന് ദൈവം നിർദ്ദേശിച്ച പേരായ യോഹന്നാൻ എന്ന് സക്രിയ വിശ്വാസത്തോടെ വിളിച്ച നിമിഷം അവന്റെ നാവ് തുറക്കപ്പെട്ടു എന്ന് പറയുക. തുടർന്ന് അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ഇതിലൂടെ ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്, ദൈവം നമ്മുടെ തെറ്റുകൾക്ക് അവസാനമല്ല, പുതിയൊരു തുടക്കമാണ് നൽകുന്നത്. പശ്ചാത്താപവും അനുസരണവും ദൈവാനുഗ്രഹത്തിലേക്കുള്ള വഴി തുറക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതം നിറയ്ക്കുമ്പോൾ നമ്മുടെ വാക്കുകളും ചിന്തകളും ദൈവമഹത്വത്തിനായി മാറുന്നു. ഒരു സംഗീതജ്ഞൻ അവന്റെ വയലിൻ വർഷങ്ങളായി ഒരു അലമാരയിൽ ഉപയോഗിക്കാതെ കിടന്നു. പൊടി പിടിച്ച് ശബ്ദം പോലും നഷ്ടപ്പെട്ടതുപോലെ തോന്നി. ഒരു ദിവസം ഒരു വിദഗ്ധൻ അത് വൃത്തിയാക്കി പുതിയ ചരടുകൾ കെട്ടി വീണ്ടും വായിച്ചു. മനോഹരമായ സംഗീതമുയർന്നു. അത് കണ്ടവർ അത്ഭുതപ്പെട്ടു. സംഗീതജ്ഞൻ പറഞ്ഞു, വയലിൻ കേടായിരുന്നില്ല, ശരിയായ കൈകളിൽ എത്താൻ മാത്രമാണ് വൈകിയത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ തെറ്റുകൾ കൊണ്ടോ നിരാശകൾ കൊണ്ടോ നാം നിശബ്ദരാകാം. എന്നാൽ ദൈവത്തിന്റെ കൈകളിൽ നമ്മെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ പുതുക്കുകയും നമ്മുടെ ജീവിതം വീണ്ടും ദൈവസ്തുതിയുടെ സംഗീതമാക്കുകയും ചെയ്യുന്നു. ഇന്ന് എന്റെ വാക്കുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? സക്രിയയെപ്പോലെ പരിശുദ്ധാത്മാവിന് എന്റെ ഹൃദയം തുറന്നു കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ്. ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനവും ശക്തിയും നിറച്ച് അങ്ങയുടെ ഹിതം തിരിച്ചറിയുവാനും അതനുസരിച്ച് ജീവിക്കുവാനും കൃപ നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഇടവകയെയും ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ. നിരാശയിലും പരീക്ഷണങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ധൈര്യവും പ്രത്യാശയും നൽകട്ടെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.